ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അജാമിള മോക്ഷമൊക്കെ ശ്രീമദ് മഹാഭാഗവതത്തിലെ ആ മഹത്തായ ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തിൽ ഹിരണ്യകശിപുവിൻ്റെ വംശ പരമ്പരയെപ്പറ്റി പറയുന്നുണ്ട്. ജംഭൻ്റെ പുത്രിയായ കയാധു ആയിരുന്നു ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ എന്നും മൂത്തപുത്രൻ പ്രഹ്ലാദനാണ് എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പ്രഹ്ലാദനെ കൂടാതെ 3 പുത്രന്മാരും ഒരു പുത്രിയും കൂടി അവർക്ക് ഉണ്ടായിരുന്നു. പ്രഹ്ലാദൻ്റെ മകനാണ് വിരോചനൻ. അദ്ദേഹത്തിൻ്റെ മകൻ മഹാബലി. മഹാബലിക്ക് ബാണൻ ഉൾപ്പെടെ 100 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഹിരണ്യകശിപുവിൻ്റെ 2-ാമത്തെ പുത്രനാണ് സംഹ്ലാദൻ. സംഹ്ലാദൻ്റെ മകനാണ് പഞ്ചജനൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖ് നേടിയത് ഈ പഞ്ചജനനിൽ നിന്നാണ്. ആ കഥ നമുക്ക് ഇനി ഒരവസരത്തിൽ, അതായത് ഭാഗവതം അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പറയാം. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞു തന്നിരുന്നു, കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഹിരണ്യകശിപുവിൻ്റെ 3-ാമത്തെ മകനാണ് അനുഹ്ലാദൻ. 4-ാമത്തെ മകനാണ് ഹ്ലാദൻ. ഹ്ലാദൻ്റെ പുത്രന്മാരാണ് വാതാപിയും ഇല്വലനും. ഹിരണ്യകശിപുവിൻ്റെ ഏകപുത്രി സിംഹിക. സിംഹികയെ വിപ്രജിത്ത് ആണ് വിവാഹം കഴിച്ചത്. അവരുടെ പുത്രനാണ് രാഹു. ഇതാണ് ഹിരണ്യകശിപുവിൻ്റെ വംശ പരമ്പര. ഇന്ന് നമ്മൾ ഇല്വലനെയും വാതാപിയെയുമാണ് നമ്മളിന്ന് ഇല്വലൻ്റെയും വാതാപിയുടെയും കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ ഹ്ലാദൻ്റെ പുത്രന്മാരാണ് ഇല്വലനും വാതാപിയും. ഇല്വലനും വാതാപിക്കും ഒരു ക്രൂരമായ വിനോദമുണ്ടായിരുന്നു. ആരാണോ അതിഥികളായി എത്തുന്നത് അവർക്ക് ആട്ടിറച്ചി അവർ കൊടുക്കും. ഈ വാതാപിയാണ് ആടിൻ്റെ രൂപത്തിൽ വന്നിട്ട് ആട്ടിറച്ചിയായി അവരുടെ വയറ്റിലേക്ക് എത്തിച്ചേരുന്നത്. അതിഥി ഇറച്ചി തിന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇല്വലൻ വാതാപി എന്ന് സഹോദരനെ ഉറക്കെ വിളിക്കും. അപ്പോൾ വാതാപി അതിഥിയുടെ വയറ് പിളർന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അതോടുകൂടി ഈ അതിഥി മരിക്കുകയും ചെയ്യും. ഇത് കണ്ട് സഹോദരന്മാർ 2 പേരും പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ അവരുടെ അടുക്കലേക്ക് ആരെത്തിച്ചേരുന്നു? അഗസ്ത്യമുനി എത്തിച്ചേരുന്നു. പതിവ് പോലെ വാതാപി ഒരു ആടിൻ്റെ രൂപത്തിൽ ആട്ടിറച്ചിയായി മാറുകയും ഈ ആട്ടിറച്ചിയെ അഗസ്ത്യമുനിക്ക് നൽകുകയും ചെയ്യുന്നു. അഗസ്ത്യമുനിക്ക് ചതി മനസ്സിലായി. ചതി മനസ്സിലാക്കിയ അഗസ്ത്യമുനി വയറ്റിലെത്തിയ വാതാപിയെ ഉടൻ തന്നെ തൻ്റെ ആ തപസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് വയറ്റിലേക്ക് എത്തിയ ഉടൻ തന്നെ വാതാപിയെ ദഹിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ഇല്വലൻ്റെ വിളി കേൾക്കുവാൻ വാതാപി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് അവർ കളിച്ച കളി അതോടുകൂടി കാര്യമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ വാതാപി മരണപ്പെടുന്നു. ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും മരണത്തിനു ശേഷം ദിതി പ്രസവിച്ച പുത്രന്മാരാണ് മരുത്തുക്കൾ. അവർ ദേവേന്ദ്രൻ്റെ അനുചരന്മാരായി തീർന്നു. അസുരമാതാവായ ദിതിയുടെ പുത്രന്മാർ എങ്ങനെയാണ് ദേവന്മാരായി തീരുന്നത്? ഇങ്ങനെയൊരു സംശയം ഇവിടെ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം. അതായത് അദ്ദേഹം പറയുകയാണ്, അതൊരു വിചിത്രമായ ഒരു കഥയാണ്. ഇന്ദ്രനെ കൊല്ലാനൊരു പുത്രനെയാണ് അസുരമാതാവായ ദിതി ആഗ്രഹിച്ചത്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വധിക്കപ്പെട്ടത് ഇന്ദ്രൻ്റെ പ്രേരണ കൊണ്ടാണ് എന്ന് ദിതി കരുതുകയും അതിന്
തൻ്റെ പതിയായ കശ്യപൻ പ്രസാദിക്കണം. അതിനായി അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നും മാറാതെ സദാസമയവും ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടും പ്രേമപ്രകടനങ്ങളൊക്കെ ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇളക്കുകയും അദ്ദേഹത്തെ പാട്ടിലാക്കുകയും ചെയ്യുന്നു. ദിതിയുടെ പ്രേമപ്രകടനത്തിൽ കശ്യപൻ വീണുപോവുകയും ഒരു ദിവസം അദ്ദേഹം ദിതിയെ മടിയിൽ കിടത്തി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ, പ്രിയേ, നിനക്ക് എന്താണ് വേണ്ടത്? എന്തായാലും ഞാൻ സാധിച്ചു തരാമെന്ന് പറയുകയും ചെയ്യുന്നു. ആ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ദിതി. ദിതി കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തായാലും അങ്ങത് സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ വെറും വാക്ക് പറയുകയില്ല, ചോദിച്ചു കൊള്ളുക എന്ന് മുനി പറഞ്ഞതനുസരിച്ചിട്ട്. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ മക്കളില്ല. എൻ്റെ 2 പുത്രന്മാരെയും കൊല്ലിച്ചത് ഇന്ദ്രനാണ്. അവനെ കൊല്ലുവാൻ പ്രാപ്തനായ ഒരു മകനെ അങ്ങെനിക്ക് തരണം. അതാണ് എൻ്റെ ആവശ്യം. ആ മകന് മരണവും ഉണ്ടാകരുത്. ഇതാണ് ദിതി കശ്യപനോട് ചോദിക്കുന്നത്. താൻ എത്ര വലിയ കെണിയിലാണ് അകപ്പെട്ടത് എന്ന് അപ്പോഴാണ് കശ്യപന് മനസ്സിലായത്. സ്വന്തം പുത്രനെ കൊല്ലുവാൻ താൻ തന്നെ അവസരം ഉണ്ടാക്കണം. സ്ത്രീയുടെ വശ്യവലയിൽ വീണുപോയതിന് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ നിന്ദിച്ചു. കാരണം കശ്യപൻ്റെ പുത്രൻ തന്നെയാണ് ഇന്ദ്രനും. ആ ഇന്ദ്രനെ വധിക്കുന്നതിനായിട്ടാണ് മറ്റൊരു പുത്രനെ ജനിപ്പിക്കണമെന്ന് മറ്റൊരു ഭാര്യയായ ദിതി ഇവിടെ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തെ സ്വയം നിന്ദിച്ചു. മോഹിപ്പിക്കുക സ്ത്രീയുടെ സഹജമായ സ്വഭാവമാണ്. അവളുടെ മുഖം ചെന്താമരപ്പൂ പോലെ മനോഹരമായിരിക്കും, വാക്കുകൾ തേനൂറുന്നവ ആയിരിക്കും. പക്ഷേ മനസ്സ് അന്യനെ ദ്രോഹിക്കുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അവളുടെ വാക്കുകൾ വജ്രം പോലെ മൂർച്ചയേറിയതായിരിക്കും. ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി, സാധിപ്പിച്ച് എടുക്കുന്നതിന് വേണ്ടി അവൾ എന്തും ചെയ്യും. ഭർത്താവിനെ ആയാലും പുത്രനെ ആയാലും കൊല്ലിക്കും. ഇങ്ങനെയൊക്കെ കശ്യപൻ ചിന്തിക്കുകയാണ്. കോപത്താൽ ചുവന്ന കണ്ണുകളോടുകൂടി കശ്യപൻ ഭാര്യയെ നോക്കി പറഞ്ഞു, നീ എന്നെ കെണിയിലാക്കി. എന്നാലും പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിക്കുകയില്ല. പുംസവനവ്രതം നിഷ്ഠയോടെ 1 വർഷം നീ ആചരിച്ചാൽ നീ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മകൻ നിനക്ക് ഉണ്ടാകും. ഇടയ്ക്ക് വെച്ച് വ്രതത്തിന് ഭംഗം വന്നാലും ആ വ്രതത്തിന് ഫലമുണ്ടാകാതെ ഇരിക്കുകയില്ല. പുത്രൻ ജനിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവൻ ഇന്ദ്രൻ്റെ ശത്രു ആകുന്നതിനു പകരം ഇന്ദ്രൻ്റെ ബന്ധുവായിത്തീരും. അതാണ് ഞാൻ നൽകുന്ന അനുഗ്രഹം എന്ന് കശ്യപൻ ഭാര്യയോട് പറയുന്നു. എത്ര കഠിനമായ വ്രതമായാലും അനുഷ്ഠിക്കുവാൻ ദിതി തയ്യാറാകുന്നു. വ്രതനിഷ്ഠകളെല്ലാം അവൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. കശ്യപ വീര്യത്തെ അവൾ ഗർഭത്തിൽ ഏറ്റുവാങ്ങി വ്രതം ആചരിക്കുകയും ചെയ്യുന്നു. ഈ വിവരങ്ങളെല്ലാം ഇന്ദ്രൻ അറിയുന്നു. വ്രതത്തിന് ഭംഗം വരുത്തുന്ന അവസരം മുതലെടുക്കുവാൻ വേണ്ടി അദ്ദേഹം ഇളയമ്മയുടെ സഹായിയായി കൂടെ കൂടുകയും 1 വർഷം ആകാറായിട്ടും ഒരു പഴുതും ഇന്ദ്രന് കിട്ടിയതും ഇല്ല. അത്ര നിഷ്ഠയോടുകൂടിയാണ് ദിതി വ്രതം അനുഷ്ഠിക്കുന്നത്. പ്രസവകാലം അടുക്കാറായി. ഗർഭത്തിൻ്റെ ആലസ്യവും വ്രതത്തിൻ്റെ ക്ഷീണവും മൂലം ഒരു സന്ധ്യയ്ക്ക് ദിതി കൈകാലുകൾ ശുദ്ധമാക്കാതെ കിടന്ന് ഉറങ്ങിപ്പോയി. വ്രതത്തിൻ്റെ നിഷ്ഠയനുസരിച്ച് കൈകാലുകൾ ശുദ്ധമാക്കാതെ കിടക്കാൻ പാടില്ല. അതുമാത്രവുമല്ല, സന്ധ്യാകാലങ്ങളിൽ കിടന്ന് ഉറങ്ങാനും പാടില്ല.
കാത്തിരുന്ന അവസരം കൈവന്ന ഇന്ദ്രൻ യോഗമായ ശക്തിയാൽ ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയും സ്വർണം പോലെ പ്രകാശിക്കുന്ന ഗർഭം ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് 7 കഷ്ണങ്ങളാക്കി മാറ്റുകയും എന്നിട്ടും അവ നശിക്കുന്നില്ല എന്നു കണ്ട് ഓരോന്നും വീണ്ടും 7 കഷ്ണങ്ങൾ വീതമാക്കുകയും ഗർഭം 49 കഷ്ണങ്ങൾ ആവുകയും ചെയ്യുന്നു. പക്ഷേ ഒന്നും മരിച്ചില്ല എന്ന് മാത്രമല്ല, ഫലത്തിൽ 49 ശിശുക്കൾ ജനിക്കുകയും ചെയ്യുന്നു. അവര് കരഞ്ഞുകൊണ്ട് ഇന്ദ്രനോട് ചോദിക്കുന്നു, അങ്ങയുടെ സഹോദരങ്ങളായ ഞങ്ങളെ എന്തിനാണ് അങ്ങ് ഇപ്രകാരം നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ ഞാൻ ദേവന്മാരാക്കാം, എൻ്റെ അനുചരന്മാരാക്കാം എന്ന് ഇന്ദ്രൻ അവരോട് പറയുന്നു. എന്നിട്ട് മാരുത എന്ന് പറയുന്നു. മാരുത എന്ന വാക്കിൻ്റെ അർത്ഥം കരയരുത് എന്നാണ്. ഇന്ദ്രൻ 49 ശിശുക്കളോടൊപ്പം ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇത്രയുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദിതി ഉണരുന്നു. നോക്കിയപ്പോൾ ഇന്ദ്രനോടൊപ്പം ബന്ധുഭാവത്തിൽ നിൽക്കുന്ന തൻ്റെ 49 മക്കളെയാണ് ദിതി കാണുന്നത്. 1 വർഷം നീണ്ടുനിന്ന വിഷ്ണു ഭജനം, അതായത് പുംസവന വ്രതം, ദിതിയുടെ മനസ്സിൽ നിന്ന് പകയും പ്രതികാരവും നീക്കിക്കളയുകയും ചെയ്തു. ആ വ്രതത്തിൻ്റെ ഭാഗമായിട്ടാണ് ദിതിക്ക് അങ്ങനെ സംഭവിച്ചത്. ആ ഒരു മനസ്സിന് മാറ്റമുണ്ടായത്. ദിതിയുടെ മനസ്സിൽ നിന്നും പകയും പ്രതികാരവും നീങ്ങിപ്പോയിരുന്നു. ദിതിയുടെ മനസ്സ് ശുദ്ധമായിരുന്നു. തൻ്റെ ഗർഭധാരണത്തിൻ്റെ ഉദ്ദേശം തന്നെ ദിതി മറന്നതുപോലെ തോന്നിപ്പോയി. അവൾ വളരെ സന്തുഷ്ടയായിരുന്നു. ദിതി പറയുകയാണ്, ഇന്ദ്ര മകനെ, ഞാനൊരു മകനെയാണ് ആഗ്രഹിച്ചത്. ആ സ്ഥാനത്ത് ഇപ്പോൾ 49 പുത്രന്മാരെയാണ് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? നിനക്കറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തരിക, പക്ഷേ നുണ പറഞ്ഞ് എന്നെ പറ്റിക്കരുത് എന്ന് ദിതി ഇന്ദ്രനോട് ചോദിക്കുന്നു. ദിതിയിൽ വന്ന മാറ്റം ഇന്ദ്രൻ ശ്രദ്ധിച്ചു. താൻ സഹായിയായി വന്നതിൻ്റെ ഉദ്ദേശമുൾപ്പെടെ എല്ലാം തന്നെ മറച്ചു വയ്ക്കാതെ തുറന്ന് പറയുകയും ചെയ്തു. ചെയ്തു പോയ പാതകത്തിന് മാപ്പും ചോദിക്കുന്നു. സത്യം പറഞ്ഞതിൽ ദിതി വളരെയധികം സന്തുഷ്ടയാവുകയും ദിതിയെ വണങ്ങി അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് മരുത്തുക്കളോടൊപ്പം ഇന്ദ്രൻ ദേവലോകത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് 49 മരുത്തുക്കളുടെ കഥ. ഇതോടുകൂടി ഭാഗവതം 6-ാം സ്കന്ധം അവസാനിച്ചു. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കലിയുഗത്തിൽ നാമജപത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.